നമ്മൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിച്ചപ്പോൾ സെയിൽസ് ഒന്ന് ടച്ച് ചെയ്തതാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇനി സെയിൽസിൽ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മാർക്കറ്റിങ്ങും സെയിൽസും ഒന്നല്ല, രണ്ടിനും ടോട്ടലി ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. മാർക്കറ്റിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സെയിൽസിൻ്റെ എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഗോൾസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് അത് നമ്മൾ ബഡ്ജറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ക്വാണ്ടിറ്റേറ്റീവ് സെയിൽസാണ് അവർക്ക് വേണ്ടത്. ക്വാണ്ടിറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര ടൺസ് വിൽക്കണം, എത്ര പീസ് വിൽക്കണം, ഏതെല്ലാം വെറൈറ്റീസ് വിൽക്കണം, എവിടെയെല്ലാം വിൽക്കണം, അവരെ ക്വാണ്ടിറ്റി മാത്രം അറിഞ്ഞാൽ മതി സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിലായിരിക്കും അവരുടെ ഫോക്കസ്. പ്ലസ് അതിൻ്റെ പ്രൈസിങ് കൂടി അവർ അറിഞ്ഞിരിക്കണം. അവർക്ക് ഇന്ന പ്രൈസ് താഴെ വിൽക്കാൻ പറ്റില്ല, അതിൻ്റെ ഓരോരോ ഹൈറാർക്കി അനുസരിച്ച് എന്തെല്ലാം ഡിസിഷൻസ് എടുക്കാം, ക്വാണ്ടിറ്റിയായിട്ട് ലിങ്ക് ചെയ്ത് എന്തെല്ലാം ചെയ്യാം, അതിൻ്റെ ഒരു പർപ്പസ് വളരെ ക്ലിയർ ആയിരിക്കണം ആ ടാർഗറ്റ് ആൻഡ് ഫിക്സ് എന്നുള്ളത്. പിന്നെ അതിൻ്റെ സെയിൽസ് പ്രൈസുകൾ പല ലൊക്കേഷനുകളിൽ പ്രൈസുകളുണ്ടാവാം, പല റീസൺ കൊണ്ട് പല ചേഞ്ചുകൾ വരുത്തേണ്ടി വരാം. കോമ്പറ്റീറ്റേഴ്സ് ആക്ടിവിറ്റി ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഫോക്കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൈസിങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈസിങ് ചെയ്യാം, സ്പെഷ്യൽ പ്രൈസിങ് ചെയ്യാം. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാരണം നമ്മൾ ഒരേ കാര്യത്തിനും നമ്മൾ പ്രൈസ് കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് കിട്ടണമല്ലോ. ഒന്നിൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ മാർക്കറ്റിൽ തൽക്കാലത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു വളരെ വാല്യുബിൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമുക്കൊരു എൻട്രി കിട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതിൻ്റെ ഫോർഫ്രണ്ടിൽ നിൽക്കേണ്ടത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും സപ്പോർട്ടഡ് ബൈ കോസ്റ്റിംഗ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ സെയിൽസ് റിപ്പോർട്ട്സ്, സമയാസമയങ്ങളിൽ സെയിൽസിൻ്റെ റിപ്പോർട്ടുകൾ മാനേജ്മെൻറ്റിനെ അറിയിക്കുക എന്നുള്ളത് വേറൊരു ഫാക്ടറാണ്. അത് സെയിൽസിൻ്റെ ടാർഗറ്റ് എത്രയാണ് അതിനൊക്കെ നമുക്ക് സ്പെസിഫിക് ഫോർമാറ്റ്സുകളെ ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ദ മാനേജ്മെൻറ്റ് ഷുഡ് നോ നമ്മൾ എവിടെ എത്തിയിരിക്കണു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ സെയിൽസ് ആണല്ലോ നമ്മുടെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് സെയിൽസ് ആണല്ലോ. സെയിൽസിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് നമുക്ക് തോന്നും. അവർക്ക് ട്രാവൽ ചെയ്യാം, അവർക്ക് കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടുന്നു, അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നു. ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ അതനുസരിച്ച് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി അവർ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള HR ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരുമായിട്ടുള്ള കോർഡിനേഷൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും ആവശ്യം. കാരണം അവരാണ് പെർഫോം ചെയ്യാനായിട്ട് ഉത്തരവാദിത്തം ഏറ്റിട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടണം. അത് മാനേജ്മെൻറ്റും എൻഷുർ ചെയ്യണം, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് സീക്ക് വേണം. പിന്നെ കസ്റ്റമർ റിട്ടൻഷൻ, അത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെയിൽസ് ടാർഗറ്റ് നമ്മൾ വെറുതെ സെയിൽസ് ക്വാണ്ടിറ്റി എത്തിയില്ല എന്നുള്ള നോക്കണ കാര്യം കൂടുതൽ അതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് എത്രയുണ്ട്, അത് പുതിയ കസ്റ്റമേഴ്സിനെ എടുത്തിട്ടാണ് നമ്മൾ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സെയിൽസ് കസ്റ്റമറെ നഷ്ടപ്പെട്ടു, ഈ ഒരു ഉത്തരവാദിത്വം കൂടെ റിറ്റൈൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തോടു കൂടി അത് അനലൈസ് ചെയ്ത് അതിൻ്റെ സെയിൽസിൻ്റെ ഹെഡ് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് ഇന്ന രീതിയിൽ അടിത്തറ ഇളകാണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് കസ്റ്റമറെ നഷ്ടപ്പെട്ട അടുത്ത സെയിൽ കിട്ടുക, സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു കസ്റ്റമറെ ഞാൻ HR പറഞ്ഞ മാതിരി തന്നെ നല്ലൊരു എംപ്ലോയിയെ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഓണർക്കുണ്ടാകുന്ന പെയിൻ ഒരു കസ്റ്റമറെ നഷ്ടപ്പെടുമ്പോഴും ആ ഓണർക്കുണ്ടാവണം. എങ്കിൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അത്ര സോളിഡ് ആയിരിക്കണം അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഫിക്സ് ചെയ്യുന്നതും. അത് ഓരോരോ റീസൺസിൽ അത് പറയാൻ പറ്റില്ല. അതിനെ റിറ്റൈൻ ചെയ്ത് തിരിച്ചെടുക്കുക, അതിന് നമുക്ക് കിട്ടുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊക്കെ നമ്മൾ കാഷ്വലായിട്ട് മാനേജ് ചെയ്ത് വിട്ടുപോയാൽ ഇന്നൊന്നാണ്, പിന്നെ 2ആവും, 3ആവും, പലതാവുമ്പോഴും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടർ നമുക്ക് അൺഫേവറബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് ടാർഗറ്റും ഫെയിൽസും എല്ലാം പോകും. കാരണം സെയിൽസ് നടന്നില്ലെങ്കിൽ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചറും ഇത് ഓടാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ബേസിക്കലി ഒരു മാർക്കറ്റ് റിസർച്ചും ഇതൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നെങ്കിൽ പോലും ഇതിൻ്റെ ഫീല് കിട്ടുന്ന സെയിൽസ് ടീമിനാണ്. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, സെയിൽസ് ഏരിയ റെപ്രസെൻറ്റേറ്റീവ്, സെയിൽസ് മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ് ആൻഡ് ടോപ്പ്, ഇവർ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. B2B ആണെങ്കിലും B2C ആണെങ്കിലും അപ്പോൾ അവരുടെ ഫീലിന് വളരെ ഇമ്പോർട്ടൻസ് മാർക്കറ്റിംഗുകാരും മാനേജ്മെൻറ്റും ബാക്കി ആ പ്രൊഡക്ഷനും ക്വാളിറ്റിയും ഇതെല്ലാം കൊടുത്താൽ മാത്രമേ അവർക്ക് അത് സെയിൽ നടത്താൻ പറ്റുള്ളൂ. നമ്മൾ പല സ്ഥലങ്ങളിലും അത് സോറി ടു സേ ദാറ്റ് ഈ കോർഡിനേഷൻ വളരെ കുറവാണ്.
ആ ഫീഡ്ബാക്ക് കുറവാണ്, ഫോളോ അപ്പ് കുറവാണ്, ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ ക്വാളിറ്റിയും സെയിൽസും തമ്മിലില്ല, പ്രൊഡക്ഷനും ക്വാളിറ്റിയും തമ്മിലില്ല, ഫിനാൻസും സെയിൽസും തമ്മിലില്ല, മാർക്കറ്റിംഗ് സെയിൽസും തമ്മിലില്ല. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടും കമ്പനികൾ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലൈഫ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഈ ഇൻറ്റേർണലി ചെയ്യാവുന്നൊരു കാര്യം ചെയ്യാണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ട്. പല കേസുകളിലും നമ്മൾ കാണാവുന്നത് ഇതിൻ്റെ കോർഡിനേഷൻ വളരെ കുറവായിരിക്കും. മറ്റേ സെയിൽസ് ടീമിനാണ് ഇതിൻ്റെ ഏറ്റവും മുമ്പുള്ള ഫീലിംഗ് കിട്ടുന്നത്. ആ ഫീലിംഗ് കിട്ടുകയെന്ന് വെച്ചാൽ അവർ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. B2B, B2C എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഫീലിംഗ്. അപ്പോൾ ആ ഫീലിംഗ്, കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ നമ്മുടെ പ്രൊഡക്ഷനിലേക്കും മറ്റേ കോസ്റ്റിങ്ങിലേക്കും ക്വാളിറ്റിയിലേക്കും അക്കൗണ്ട്സിലേക്കും ഫിനാൻസിലേക്കും HR-ലേക്കും മാനേജ്മെൻറ്റിലേക്കും എത്തിച്ച് അതിന് റെമഡിയൽ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു ഉത്തരവാദിത്വം. പിന്നെ ഉള്ളതാണ് ആഫ്റ്റർ സെയിൽസ് സർവീസ്. നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞിട്ട് കസ്റ്റമർ ഇടുന്ന ഫീഡ്ബാക്ക്, അവരുടെ പ്രോഡക്റ്റിൽ നിന്നുള്ള ഫീഡ്ബാക്ക്, അവരുടെ സർവീസുകൾ, ഇതും ശരിക്കും പറഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള വളരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കോമ്പിനേഷനിലേ നമുക്ക് സസ്റ്റൈനബിളായിട്ട് സെയിൽസ് കിട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ അൾട്ടിമേറ്റ് എയിമിൽ എത്താനുള്ള ഹേർഡിൽസ് നമ്മൾ തന്നെ കൂട്ടി വരുത്തി വെക്കേണ്ടി വരും. നമുക്ക് ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ്, ദേ ആർ ദ ഫോറണ്ണേഴ്സ്. അവരാണ് ഈ ഫീലിങ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് കൊണ്ട് എടുപ്പിച്ച് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് എൻഷുർ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റ്.